ഇതിനകത്ത് ഇപ്പൊ ധ്യാൻ വിനീതുള്ള സീക്വൻസ് നിങ്ങൾ കണ്ടതാ. നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിരിച്ചു പോയതാ. കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ്. എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനെയും പറയണടാ അതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ അപ്പം ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടത്. എനിക്ക് അപ്പോൾ കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനിനോട് ചോദിച്ചു, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ചേട്ടാ അതാ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നേ, അതോടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വിനീതിന് ദേഷ്യമോ അതൊന്നുമല്ല. അപ്പം ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. കാരണം ഇതൊരു സ്പൂഫാണ്. ഇപ്പം വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈയിൽ നിന്ന് വന്ന കാര്യം പറഞ്ഞിട്ടുള്ള സാധനം. കാരണം അത് വിനീതിൻ്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്.